അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന വഹബീബിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, വളരെ സുപ്രധാനമായ ഒരു ചിന്ത എൻ്റെയും നിങ്ങളുടെയും മനസ്സുകളിൽ ഇട്ടു നൽകുക എന്നതാണ് ഈ സംസാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഇദയിലെ 119 ആയത്തിൽ പറയുന്നത്, ഖാലല്ലാഹ്, അല്ലാഹു പറയും ഖിയാമത്ത് നാളിൽ, ഹാദാ യൗമു യൻഫഉ സ്വാദിഖീന സിദ്ഖുഹും, സത്യസന്ധരായ ആളുകൾക്ക് അവരുടെ സത്യസന്ധത ഉപകാരപ്പെടുന്ന ദിവസമാണ് ഇന്ന്. ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദ, താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകൾ അവർക്കുണ്ട്, അവർ അവിടെ നിത്യവാസികളാണ്. റളിയല്ലാഹു അൻഹും വറദു അൻഹു, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ തിരിച്ച് അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. ദാലികൽ ഫൗസുൽ അദീം, അതാകുന്നു മഹത്തായ വിജയം. അപ്പോൾ ഖിയാമത്ത് നാൾ അന്ന് സത്യസന്ധരായ ആളുകൾക്ക് മാത്രം ഉപകാരപ്പെടുന്ന ദിവസമാണ്. നിഫാഖില്ലാതെ, കാപട്യമില്ലാതെ, പുറമോടിയില്ലാതെ, റിയാ ഇല്ലാതെ, മറ്റുള്ളവരെ കാണിക്കുക എന്ന ചിന്തയില്ലാതെ, താനും തൻ്റെ റബ്ബും തമ്മിൽ സത്യസന്ധമായ ബന്ധം സ്ഥാപിക്കുന്നവരാരോ അവർക്ക് മാത്രമേ ഖിയാമത്ത് നാൾ ഉപകാരപ്പെടുകയുള്ളൂ. മാത്രമല്ല, അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കാൻ അടിസ്ഥാനപരമായി വേണ്ടത് ഈ ഒരു സിദ്ഖാണ്. അതുകൊണ്ടാണ് ഉടനെ പറഞ്ഞത് റളിയല്ലാഹു അൻഹും വറദു അൻ, അള്ളാഹു അവരെയും അവർ റബ്ബിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. കാരണം അവരും റബ്ബും തമ്മിൽ സത്യസന്ധമായ ബന്ധമായിരുന്നു. കാപട്യമില്ലാതെ, കളങ്കമില്ലാതെ റഹ്മാനായ റബ്ബിനോട് അവർ ബന്ധം സ്ഥാപിച്ചു. ഇപ്രകാരം റഹ്മാനായ റബ്ബിനോട് സത്യസന്ധമായ നിലപാട് സ്വീകരിച്ച് റബ്ബിൻ്റെ പ്രീതി നേടിയെടുക്കാവുന്ന പ്രവർത്തനങ്ങളും അമലുകളും ഉള്ളവരാണോ നാം എന്ന ചിന്ത എനിക്കും നിങ്ങൾക്കും ഉണ്ടാവണം. അത്തരത്തിലുള്ള മുഹൂർത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. ഒരു ഉദാഹരണം പറയാം. സൂറത്തുൽ ഫത്ഹിലെ 18 ആയത്ത്, ഹുദൈബിയ സന്ധിയുടെ സന്ദർഭം. ഉംറ ചെയ്യാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 1500ഓളം സ്വഹാബികളെയും കൊണ്ടുവരികയാണ്. 1400, 500, 600 എന്നൊക്കെ അഭിപ്രായമുണ്ട്. മക്കയിലുള്ള ഖുറൈശികൾ അത് തടഞ്ഞു. സന്ധി സംഭാഷണത്തിന് വേണ്ടി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയച്ചു. വിചാരിച്ച സമയമായിട്ടും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കാണുന്നില്ല. അദ്ദേഹത്തെ മക്കയിലെ മുശ്രിക്കുകൾ വധിച്ചിട്ടുണ്ടാകും എന്ന ഒരു വാർത്ത വരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പറഞ്ഞു, എങ്കിൽ നാം അവരെ നേരിടും. നാം ഉംറക്കാണ് വന്നത്, പക്ഷേ ഇത്തരമൊരു പ്രവൃത്തി അവർ ചെയ്യാൻ പാടില്ല. ആരുണ്ട് എൻ്റെ കൂടെ നിൽക്കാൻ? കാരണം ഉംറക്ക് വരുമ്പോൾ ആയുധങ്ങളുമായിട്ടല്ല പോകുന്നത്. സാധാരണ കയ്യിൽ കരുതുന്ന, പൊതുവെ കരുതുന്ന ആയുധങ്ങളല്ലാതെ മറ്റൊന്നുമില്ല. ഈ പറയപ്പെട്ട 1400 സ്വഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബൈഅത്ത് നൽകുകയാണ് ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വെച്ച്. അവസാന നിമിഷം വരെ നിങ്ങളുടെ കൂടെ പോരാടാൻ ഞങ്ങൾ തയ്യാറാണ്. ഇസ്ലാമിന് വേണ്ടി ആയുധങ്ങൾ കുറവായിരിക്കാം, പക്ഷെ ഞങ്ങൾ പിന്മാറൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മനസ്സിലുള്ളത് അറിഞ്ഞു. അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുകയാണ്, ലാ യദ്ഖുലുൻ നാറ അഹദുൻ, ഒരാൾ പോലും നരകത്തിൽ പോവില്ല. മിമ്മൻ ബായ തഹ്ത ഷജറ,
ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വെച്ച് റസൂലുള്ളാഹിക്ക് ബൈഅത്ത് ചെയ്ത ആ 1500 സഹാബികളിൽ ഒരാൾ പോലും നരകത്തിൽ പോകില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെക്കുറിച്ച് സൂറത്തുൽ ഫത്ഹിലെ 18 റബ്ബ് പറയുകയാണ്, ലഖദ് റളിയല്ലാഹ്, അല്ലാഹു അങ്ങ് തൃപ്തിപ്പെട്ടിരിക്കുന്നു, ആനിൽ മുഅ്മിനീൻ, വിശ്വാസികളെ കുറിച്ച്, ഇത് യുബായിഊനക തഹ്ത അഷ്ജറ, ആ സമുറ എന്ന വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നു കൊണ്ട് അവർ നബിയെ താങ്കൾക്ക് ബൈഅത്ത് ചെയ്തപ്പോൾ, ഫഅലിമ മാ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിലുള്ളത് അല്ലാഹു അറിഞ്ഞു. ശരിക്കും ശ്രദ്ധിക്കുക, അതാണ് അതിലെ പോയിന്റ്. ഫഅലിമ മാ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിലുള്ളത് അല്ലാഹു അറിഞ്ഞു, അപ്പോൾ അവരെ തൃപ്തിപ്പെട്ടു. നമ്മുടെ ഹൃദയത്തിലുള്ളത് അറിഞ്ഞ് നമ്മുടെ റബ്ബ് നമ്മെ തൃപ്തിപ്പെടുമെന്ന് പറയാവുന്ന ഒരു നിഷ്കളങ്കതയിലേക്ക് എത്താൻ, ഒരു ഇഖ്ലാസിലേക്കെത്താൻ, ഒരു സിദ്ഖിലേക്കെത്താൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ഹൃദയമറിഞ്ഞ് നമ്മെ നമ്മുടെ റബ്ബ് തൃപ്തിപ്പെടാവുന്ന രൂപത്തിൽ ഈ ഹൃദയത്തെ സലീമാക്കി വെക്കാൻ, നിഷ്കളങ്കമാക്കി വെക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. അങ്ങനെയുള്ളവരെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുകയും സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. ചില സംഭവങ്ങളിലൂടെ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുകയാണ്, അനസ് ബിൻ നളർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ സഹോദരി റുബയ്യ റളിയല്ലാഹു അൻഹ ഒരു പെൺകുട്ടിയുടെ പല്ലിന് പരിക്ക് പറ്റിച്ചു. എന്തോ കാരണം കൊണ്ട് ആ കുട്ടിയുടെ പല്ല് നഷ്ടപ്പെട്ടു. ഇസ്ലാമിൻ്റെ നീതിപ്രകാരം പല്ലിന് പല്ല്, കണ്ണിന് കണ്ണ്, വ്യക്തിക്ക് വ്യക്തി, അടിമക്ക് അടിമ, നീതി തുല്യമാണ്. അവർ പറഞ്ഞു, തിരിച്ച് റുബയ്യൻ്റെ പല്ല് പൊട്ടിക്കണം, പല്ലിന് പല്ലാണ്. അപ്പോൾ അനസ് ബിൻ നളർ റളിയല്ലാഹു തആല അവരോട് ആവശ്യപ്പെട്ടു, മാപ്പ് കൊടുക്കാൻ പറഞ്ഞു, പ്രായച്ചിത്തം കൊടുക്കാമെന്ന് പറഞ്ഞു. അവർ കേട്ടില്ല. ഖിസാസ്, പല്ല് തന്നെ പൊട്ടിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അനസ് ബിൻ നളർ റളിയല്ലാഹു അൻഹു വന്നു, അതുക്സറു സനിയ്യത്തു റുബയ്യ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂൽ, എൻ്റെ പങ്ങളുടെ പല്ല് പൊട്ടിക്കപ്പെടുമോ? റസൂലുള്ള പറഞ്ഞു, ഖിസാസ് അല്ലേ, ഒരു രക്ഷയില്ല. അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ലാ വല്ലദീ ബഅസക ബിൽ ഹഖ് ലാ തുക്സറു സനിയ്യതുഹ, താങ്കളെ റസൂലായി നിശ്ചയിച്ച അല്ലാഹുവാണ് സത്യം, അവളുടെ പല്ല് പൊട്ടിക്കപ്പെടൂല. അള്ളാഹുവിലുള്ളൊരു സിഖത്തായിരുന്നു, പെങ്ങളോടുള്ള ഇഷ്ടം. പെങ്ങൾക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി, പക്ഷെ പെങ്ങളോടുള്ള ഇഷ്ടം, പെങ്ങളുടെ പല്ല് പോകുന്നത് ഇഷ്ടമില്ല. അദ്ദേഹം പറയാണ്, അള്ളാഹുവാണേ, ആ പല്ല് പൊട്ടിക്കപ്പെടൂല. നിങ്ങൾ നോക്കൂ, അതുവരെ മാപ്പ് നൽകില്ല എന്ന് പറഞ്ഞ ആളുകളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കാരുണ്യം അങ്ങോട്ട് വീഴാണ്. റബ്ബിൻ്റെ കയ്യിലാണ് അതൊക്കെ. മനുഷ്യൻ്റെ നാസിയത്ത്, മനുഷ്യൻ്റെ മൂർധാവ് പിടിക്കുന്നത് പടച്ചോനല്ലേ. ഉടനെ തന്നെ ആ കുടുംബം പറയാണ്, ഒരു കുഴപ്പമില്ല, ഞങ്ങൾ മാപ്പാക്കിയിരിക്കും, പല്ല് പൊട്ടിക്കണ്ട. അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്ത് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന മിൻ ഇബാദില്ലാഹ് മൻ ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹു, അള്ളാഹുവിൻ്റെ അടിമകളിൽ ചിലരുണ്ട്, അവർ അള്ളാഹുവിന് ആണയിട്ടൊരു കാര്യം സത്യം ചെയ്ത് പറഞ്ഞാൽ അള്ളാഹു അത് പൂർത്തിയാക്കി കൊടുക്കും. അവരുടെ സത്യസന്ധതയും പടച്ച റബ്ബിലുള്ള അവരുടെ വിശ്വാസവും, അവരൊരു കാര്യം ആണയിട്ട് പറഞ്ഞിട്ട് അത് തെറ്റിപ്പോകുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹു ആണേന്ന് പറഞ്ഞിട്ട് ചില അടിമകൾ ഒരു കാര്യം പറഞ്ഞാൽ അത് തെറ്റിപ്പോകുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും, സെക്കൻഡ് കൊണ്ട് മാറി. ആരായിരുന്നു ഈ റുബയ്യൻ്റെ സഹോദരൻ? അനസ് ബിൻ നളർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെക്കുറിച്ച് സൂറത്തുൽ അഹ്സാബിൽ ആയത്തിറങ്ങിയിട്ടുണ്ട്. കാരണം ആ മനുഷ്യനെ റബ്ബിനറിയാം, അതുകൊണ്ടാണത്. ഏതാണ് ആയത്ത്? സൂറത്തു അൽ അഹ്സാബിലുള്ള ആയത്താണ്, 23-ാമത്തെ ആയത്ത്. മിനൽ മുഅ്മിനീന റിജാൽ സദഖൂ മാ ആഹദുല്ലാഹ അലൈഹി. നോക്കൂ, സിദഖിനെയാണ് അദ്ദേഹത്തിലേക്ക് ചേർത്ത് പറഞ്ഞത്. മുഅ്മിനുകളിൽ ചില ആളുകളുണ്ട്, അള്ളാഹുവിനോടൊരു കരാറ് പറഞ്ഞാൽ അവരത് പാലിക്കും. ആരെക്കുറിച്ചാണ് പറഞ്ഞത്? അനസ് ബിൻ നളർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്. എന്തായിരുന്നു കരാർ? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എൻ്റെ അമ്മാണ് അനസ് ബിൻ നളർ, ഉപ്പയുടെ സഹോദരൻ, എൻ്റെ ഉപ്പയുടെ സഹോദരനാണ്. ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റിയില്ല, പക്ഷെ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു, പടച്ചോനെ, എനിക്ക് ബദറിൽ പങ്കെടുക്കാൻ പറ്റിയില്ല, ഇനിയൊരു യുദ്ധമുണ്ടായാൽ ഞാൻ ആരാണെന്ന് കാണിച്ചു തരും.
സത്യസന്ധമായ വാക്കായിരുന്നു. ചെറിയ കാര്യമൊന്നല്ല പറയുന്നത്, യുദ്ധത്തിൽ പങ്കെടുക്കുന്ന കാര്യമാണ് പറയുന്നത്. കുന്തത്തിൻ്റെയും വാളിൻ്റെയും അമ്പിൻ്റെയും ഇടയിലുള്ള ജീവിതത്തിനാണ് യുദ്ധമെന്ന് പറയുന്നത്. ഞാൻ ആരാണെന്ന് കാണിച്ചു തരും എന്ന് അദ്ദേഹം പറഞ്ഞു. ഉഹദ് വന്നു. ആദ്യത്തിൽ വിജയമുണ്ടായെങ്കിലും പിന്നീട് പരാജയമുണ്ടായി. ആളുകളൊക്കെ ചെതറി ഓടുകയാണ്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പോലും കരുത്തനായ ആ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പിറകിലേക്ക് നടക്കുമ്പോൾ അനസ് ഇബ്നു നളർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറയാണ്, അൽ ജന്നത യാ സഅദ് ഇബ്നു മുആദ്. മുആദേ, സ്വർഗം സ്വർഗം. എങ്ങോട്ടാ ഈ പോകുന്നത്? സ്വർഗം. ഇന്നി അജിദു റീഹഹാ മിൻ ദൂനി ഉഹദിൻ. ഉഹദ് പർവ്വതത്തിൻ്റെ അപ്പുറത്ത് നിന്ന് സ്വർഗത്തിൻ്റെ പരിമളം അടിക്കുന്നു. സ്വർഗത്തിൻ്റെ സുഗന്ധം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഉഹദ് പർവ്വതത്തിൻ്റെ അപ്പുറത്തുനിന്ന്. അതുകൊണ്ട് എങ്ങോട്ടാണ് ഓടുന്നത് എന്നാണ് ചോദിച്ചത്. 70-ലധികം മുറിവുകൾ ഏറ്റുകൊണ്ട് ഉഹദിൻ്റെ രണാങ്കണത്തിൽ അദ്ദേഹം ഷഹീദായി. 70-ലധികം. അദ്ദേഹത്തിൻ്റെ ശരീരം, ഒരു പെങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള മോതിരം കണ്ടിട്ടാണ് ഇതിൻ്റെ സഹോദരനാണെന്ന് മനസ്സിലാക്കിയത്. അത്രമാത്രം മുറിവുകൾ വികൃതമാക്കിയിരുന്നു ശത്രുക്കൾ. അള്ളാഹു പറയാണ്, മിനൽ മുഅ്മിനീന റിജാൽ, വിശ്വാസികളിൽ ചില ആളുകളുണ്ട്, സദഖൂ മാ ആഹദുല്ലാഹ അലൈഹി, പടച്ച റബ്ബിനോട് സത്യസന്ധത പാലിച്ച ആളുകൾ. അള്ളാഹു തൃപ്തിപ്പെട്ടു അവരെ. ആ രൂപത്തിൽ സത്യസന്ധമായി ദീനുൽ ഇസ്ലാമിന് വേണ്ടി ഉറച്ച ഒരു നിലപാടെടുക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. മറ്റൊരു സഹാബി ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുകയാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഉമ്മയുടെ സഹോദരനാണ് ഹറാം ഇബ്നു മിൽഹാൻ റളിയല്ലാഹു. ഹറാം ഇബ്നു മിൽഹാൻ റളിയല്ലാഹു അൻ 70ഓളം ഖാരിഈങ്ങളെ ശത്രുക്കൾ ചതിച്ചു കൊലപ്പെടുത്തിയ സംഭവമുണ്ട്. ഖുർആൻ പഠിപ്പിക്കാൻ കുറച്ച് ആളുകളെ വിട്ടുതരണമെന്ന് പറഞ്ഞു. 70 സഹാബികളെ വിട്ടുകൊടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതും ഖാരിഈങ്ങളെ. കാരണം ഖുർആൻ അറിയുന്നവരെയാണ് ശത്രുക്കൾക്ക് പേടിയാണ്. ഖുർആൻ അറിയുന്നവരെ 70 ഖാരിഈങ്ങളെ അവർ കൊണ്ടുപോയി ഖുർആൻ പഠിക്കാനാണെന്ന് പറഞ്ഞു. കൊണ്ടുപോയി ചതിച്ചു കൊലപ്പെടുത്തി. ഖുർആൻ അതിൻ്റെ ആശയങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഹറാം ഇബ്നു മിൽഹാൻ തുനിഞ്ഞ സന്ദർഭത്തിൽ ശത്രുക്കൾ ഒരാൾ ഒളിക്കണ്ണിട്ട് മറ്റൊരാളോട് പറഞ്ഞു, ആംഗ്യം കാണിച്ചു. തൻ്റെ കയ്യിലുണ്ടായിരുന്ന കുന്തം കൊണ്ട് ഹറാം ഇബ്നു മിൽഹാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പിറകിലൂടെ അദ്ദേഹം കുന്തമെറിഞ്ഞു. ഹറാം ഇബ്നു മിൽഹാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരത്തിലേക്ക് കുന്തം തുളച്ച് കയറിയ ആ നിമിഷത്തിൽ അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വന്ന വാക്ക് അത്ഭുതപ്പെട്ടു പോകും. അദ്ദേഹം പറയുകയാണ്, ഫുസ്തു വറബ്ബിൽ കഅബ, കഅബയുടെ റബ്ബാണ് സത്യം, ഞാൻ വിജയിച്ചിരിക്കുന്നു. കഅബയുടെ റബ്ബാണ് സത്യം, ഞാൻ വിജയിച്ചിരിക്കുന്നു. ഇതിന് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചത്, ഷഹീദാവാൻ. റഹ്മാനായ റബ്ബിൻ്റെ മാർഗത്തിലാണിത്. അതുകൊണ്ട് തുളച്ചു കയറിയ കുന്തത്തിൻ്റെ വേദനയല്ല മനസ്സിൽ വന്നത്, സ്വർഗമാണ് മുന്നിൽ വന്നത്. അദ്ദേഹം പറഞ്ഞു റബ്ബിനോട്, അള്ളാഹുവിനോട്, വേറെ ആരോടും പറയാനില്ല. കാരണം ഒരാളൊഴികെ ബാക്കി മുഴുവൻ ആളുകളും കൊല്ലപ്പെട്ടു, ഒരാൾ രക്ഷപ്പെട്ടു. ഈ വിവരം റസൂലുള്ളാഹിനെ അറിയിക്കാൻ ആരെങ്കിലും വേണ്ടേ? അറിയിക്കാൻ റഹ്മാനായ റബ്ബുണ്ടല്ലോ. അദ്ദേഹം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ, അല്ലാഹുവേ, ബല്ലിഗ് അന്നാ നബിയന, ഞങ്ങളുടെ നബിയെ നീ ഇതൊന്ന് അറിയിക്കണേ റബ്ബേ. അന്നാ ഖദ് ലഖീനാക്, എന്താ അറിയിക്കേണ്ടത്? നിങ്ങൾ അന്വേഷിക്കാതെ പറഞ്ഞയച്ചിട്ട് ഞങ്ങൾ കൊല്ലപ്പെട്ടല്ലോ, നിങ്ങൾക്ക് ചോയ്ന്ന് അന്വേഷിച്ചുകൂടായിരുന്നോ? ഖുർആൻ പഠിക്കാൻ എന്നുള്ള നിലക്കല്ലേ പഠിപ്പിക്കാൻ എന്നുള്ള നിലക്കല്ലേ ഇങ്ങനാണോ പറഞ്ഞത്? ഞങ്ങൾ കൊല്ലപ്പെട്ടു എന്നാണോ പറഞ്ഞത്? വാക്കുകൾ നോക്കൂ, അപാരമായ വാക്കുകളല്ലേ. എന്താ പറയുന്നത്? അന്നാ ഖദ് ലഖീനാക്, അല്ലാഹുവേ, നിന്നെ ഞങ്ങൾ കണ്ടുമുട്ടിയ കാര്യം റസൂലുള്ളാഹിനെ ഒന്ന് അറിയിക്കണം. നിന്നെ ഞങ്ങൾ കണ്ടുമുട്ടിയ കാര്യം റസൂലുള്ളാഹിയെ ഒന്ന് അറിയിക്കണം. തീർന്നില്ല, ഫറദീന അൻക്, ഞങ്ങൾ റബ്ബേ നിന്നെ തൃപ്തിപ്പെട്ടിരിക്കുന്നു റബ്ബായി. വറദീത അന്നാ, അല്ലാഹുവേ നീ ഞങ്ങളെയും തൃപ്തിപ്പെട്ട വിവരം റസൂലുള്ളാഹിയെ അറിയിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ വിളിച്ചു കൂട്ടിയിട്ട് ഈ വിവരം പറഞ്ഞു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്തു. അത് തെറ്റായിരുന്നെങ്കിൽ തിരുത്തുമായിരുന്നു, തിരുത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു തൃപ്തിപ്പെട്ടു അവരെ, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടു. കുന്തമുന ശരീരത്തിൽ കയറുമ്പോൾ ഫുസ്തു വറബ്ബിൽ കഅബ, കഅബയുടെ റബ്ബാണ് ഐ വൺ, ഞാൻ നേടിയിരിക്കുന്നു എന്ന് പറയണമെങ്കിൽ എത്രമാത്രം സത്യസന്ധമായിരുന്നു അവരുടെ ഈമാൻ
എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ സത്യസന്ധതയാണ് ഖിയാമത്ത് നാളിൽ വിജയിക്കുന്നത്. മറ്റൊരു സംഭവം ഇമാം നസായി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുകയാണ്. ഒരു അറാബിയായ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. അള്ളാഹുവിൻ്റെ റസൂലിൽ വിശ്വസിച്ചു, റസൂലുള്ളയെ പിൻപറ്റി. എന്നിട്ട് പറഞ്ഞു, ഉഹാജിറു മഅക്, ഞാൻ നിങ്ങളുടെ കൂടെ ഹിജറ വരികയാണ്. ഹിജറ പോയി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു യുദ്ധത്തിൽ പങ്കെടുത്തു. യുദ്ധത്തിൽ ഗനീമത്ത് സ്വത്തുണ്ടാവും, പങ്കെടുത്തവർക്ക് വിഭജിച്ചു കൊടുക്കും. ഒരാളുടെ കയ്യിൽ ഇദ്ദേഹത്തിനുള്ള ഈ അറാബിക്കുള്ള വിഭവം റസൂലുള്ള കൊടുത്തയച്ചു. അങ്ങനെ അതും കൊണ്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരികയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ചോദിക്കണം, മാ ഹാദാ, എന്താ ഇത്? റസൂലുള്ള പറഞ്ഞു, ഖസംതുഹു ലക്, നിങ്ങൾക്കുള്ള ഓഹരിയാണ്. അദ്ദേഹത്തിൻ്റെ മറുപടി, പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും അങ്ങനെ പറയാൻ സാധിക്കുമോ എന്ന് ചിന്തിക്കുക. തനിക്ക് കിട്ടിയ ന്യായമായ അതും റസൂലുള്ള കൊടുത്തയച്ച ആ വിഭവം റസൂലുള്ളാൻ്റെ മുന്നിൽ വെച്ചിട്ട് പറയാണ്, മാ അലാ ഹാദാ ഇത്തബഅതുക, ഞാൻ ഇതിനല്ല നിങ്ങളുടെ പിന്നാലെ കൂടിയത്. എനിക്കിത് വേണ്ട, ഞാനിത് കിട്ടാനല്ല നബിയെ നിങ്ങളുടെ കൂടെ കൂടിയത്. തീർന്നില്ല, ഇത് വേണ്ടെന്ന് പറഞ്ഞ് പോവല്ല. അടുത്ത വാക്ക്, അല്ലാഹു അക്ബർ. അദ്ദേഹം പറയാണ്, വലാകിൻ ഇത്തബഅതുക അലാ അൻ ഉർമ ഇലാ ഹുന വഅശാറ ഇലാ ഹൽഖിഹി ബിസഹ്മിൻ ഫഅമൂത ഫഅദ്ഖുലൽ ജന്ന. തൻ്റെ തൊണ്ടയിലേക്ക് റസൂലുള്ളാഹിക്ക് കാണിച്ചു കൊടുത്തിട്ട് പറയാണ്, റസൂൽ ഇതാ ഇത് കണ്ടോ, ഒരു അമ്പ് ഇവിടെ ഇങ്ങനെ തുളച്ച് കയറും, ഒരു അമ്പ് ഇതിലൂടെ ഇങ്ങനെ തുളച്ച് കയറിയിട്ട് ഞാൻ ഷഹീദായി മരിച്ചിട്ട് എനിക്ക് സ്വർഗത്ത് പോകണം. ഞാൻ അതിനാ കൂടിയത്, അതല്ലാതെ ഈ ദുനിയാവിലെ വിഭവമൊന്നും എനിക്ക് വേണ്ട, എനിക്ക് സ്വർഗം മതി. അല്ലാഹു അക്ബർ. ആ വ്യക്തിയോട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ അടുത്ത വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ തസ്ദുഖ് അല്ലാഹ് യസ്ദുഖ്ക, നീ ഈ പറഞ്ഞത് സത്യസന്ധമാണെങ്കിൽ അള്ളാഹു നിനക്ക് വേണ്ടി അതിനെ സത്യപ്പെടുത്തി തരും. അതാണ് ആ പോയിന്റ്. സത്യസന്ധമായിട്ടാണോ, ഡയലോഗല്ല, സത്യസന്ധമായിട്ടാണോ എങ്കിൽ റഹ്മാനായ റബ്ബത് സാധിപ്പിച്ചു തരുന്നു. അങ്ങനെ മറ്റൊരു യുദ്ധത്തിനുള്ള ആഹ്വാനമുണ്ടായി. ഷഹീദായവരെങ്ങനെ കൊണ്ടുവരുമ്പോൾ ചങ്കിൽ അമ്പ് തറച്ച ഒരാളെങ്ങനെ കൊണ്ടുവരികയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്, ആഹുവ, നേരത്തെ പറഞ്ഞ ആളാണോ? പറഞ്ഞു, നഅം, അതെ, ആ മനുഷ്യനാണ്. എന്താ അദ്ദേഹം പറഞ്ഞത്? അമ്പ് ഇതിലൂടെ തറയ്ക്കണം. അമ്പ് അവിടെ തന്നെ തറച്ചത്. സത്യസന്ധമായി പറഞ്ഞതാണ്. അള്ളാഹു അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കുപ്പായം അങ്ങോട്ട് അയച്ചു. തൻ്റെ ജുബ്ബ, മേലിടുന്ന ജുബ്ബ അയച്ചിട്ട് അതിലാണ് കഫൻ ചെയ്തത് ആ വ്യക്തി. എന്നിട്ട് പറഞ്ഞു, റബ്ബേ, എന്നിൽ വിശ്വസിച്ച് എൻ്റെ കൂടെ ഹിജറ വന്ന് എൻ്റെ കൂടെ യുദ്ധം ചെയ്തത് ആ ഷഹീദായിരിക്കും. ഞാനതിന് സാക്ഷിയാണ്, പടച്ചോനെ നീ സ്വീകരിക്കണേ. സത്യസന്ധമായ നിലപാടിൻ്റെ പ്രതിഫലമായി. പ്രിയപ്പെട്ടവരെ, സത്യസന്ധമായി ഇങ്ങനൊരു വാക്ക് പറയാൻ നമുക്ക് സാധിക്കും. ശത്രുവിൻ്റെ മണമടിക്കുമ്പോഴേക്ക് ദീനും ഇബാദത്തൊക്കെ ഉപേക്ഷിക്കാനാണ് ആളുകൾക്ക് താല്പര്യം. വെറുതെ ഭീതിയും പേടിയും. എന്നാൽ ഇവരോ നേരെ തിരിച്ചാണ്. റഹ്മാനായ റബ്ബിൻ്റെ മാർഗത്തിൽ മരണം, അതായിരുന്നു അവർ ആഗ്രഹിച്ചിരുന്നത്. സത്യസന്ധമായ നിലപാടുകൾക്കുള്ള പ്രതിഫലമാണ്. താബിഈങ്ങളുടെ കൂട്ടത്തിലെ നേതാക്കളിൽ ഒരാളാണ് മഹാനായ ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട്, ഉവൈസുൽ ഖറനിയെ ജീവിതത്തിൽ കണ്ടുമുട്ടാൻ സാധിച്ചാൽ താങ്കൾക്ക് പുറത്തു തരാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടോ? തള്ളപ്പെടൂല. അതുകൊണ്ട് തന്നെ ഇസ്തിഗ്ഫാറിന് വേണ്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടോ? എന്തായിരുന്നു കാരണം? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്നെ പറയുന്നുണ്ട്. നമുക്കറിയാം, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ അതിനെ അത്രക്ക് സീരിയസ് ആയി എടുക്കുന്ന സ്വഹാബിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. ഖറൻ എന്ന് പറയുന്നത് യമനിലൊരു പ്രദേശമാണ്. അപ്പോൾ യമനിലുള്ള ഉവൈസ് വരുമെന്ന് റസൂലുള്ള പറഞ്ഞത് കൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പറഞ്ഞത് ഉറപ്പാണ്. അതുകൊണ്ട് യമനിൽ നിന്ന് ആര് വന്നാലും ചോദിക്കും, ഉവൈസ് ഉണ്ടോ?
ഒരു ദിവസം ഇദ്ദേഹത്തെ കണ്ടുമുട്ടി. നിങ്ങളെ പേരെന്താണ്? ഞാൻ ഉവൈസ്. ഖറൻ എന്ന പ്രദേശത്തു നിന്നാണോ? അതെ. നിങ്ങൾക്കൊരു ഉമ്മ ഉണ്ടോ? അതെ, ഉമ്മ ഉണ്ട്. നിങ്ങളുടെ ശരീരത്തിൽ പാണ്ടുണ്ടായിട്ട് അവസാനം അള്ളാഹു അത് സുഖപ്പെടുത്തി ഒരു ദിർഹമിൻ്റെ അത്രയും ഭാഗം ഒഴികെ ബാക്കിയെല്ലാം സുഖപ്പെട്ട ഒരവസ്ഥ ഉണ്ടോ? ഉണ്ട്. എങ്കിൽ നിങ്ങളെക്കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞിരിക്കുന്നു. ഈ അടയാളങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. ഈ അടയാളങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പറയാണ്, അങ്ങനെ ഒരു മനുഷ്യനുണ്ട്, അദ്ദേഹം വന്നാൽ താങ്കൾക്ക് പുറത്ത് കിട്ടാൻ വേണ്ടി. ആരോടാ പറയുന്നത്? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഉമറിനോട് പറയാണ്, ഇസ്തിഗ്ഫാറിനെ തേടാൻ വേണ്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടോ. എന്തായിരുന്നു കാരണം? സത്യസന്ധമായി ഉമ്മയെ സ്നേഹിച്ചു എന്നുള്ളതാണ്. അള്ളാഹുവിന് വേണ്ടി. റസൂല് ജീവിച്ചിരിക്കുമ്പോൾ ഉള്ള വ്യക്തിത്വമാണ്. സ്വഹാബിയാവാൻ ഭാഗ്യമുണ്ട്. പക്ഷെ ഉമ്മാനെ വിട്ടെങ്ങനെ പോകും? ഉമ്മാനെ നോക്കാൻ ആളില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒന്ന് കാണാൻ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടാവുമോ പ്രിയപ്പെട്ടവരെ? പക്ഷേ ഇങ്ങിവിടെ ഉമ്മ, അപ്പുറത്ത് റസൂലുള്ളാഹി. ഈ യുദ്ധത്തിൽ ഉമ്മാക്ക് പരിഗണന കൊടുത്തു. അൽഹംദുലില്ലാഹ്, അർഹിക്കുന്ന സ്ഥാനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്ന് അങ്ങനെ ഒന്ന് കിട്ടുകയാണെങ്കിൽ റസൂലുള്ളാഹി അദ്ദേഹത്തെക്കുറിച്ചും പറഞ്ഞത് ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹു, അള്ളാഹുവിൻ്റെ പേരിൽ വല്ലതും സത്യം ചെയ്ത് പറഞ്ഞാൽ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുന്ന വലിയാണ്. അങ്ങനെയുള്ള സ്ഥാനം ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയത് ആ ഉമ്മയോടുള്ള സ്നേഹം സത്യസന്ധമായി ജീവിച്ച് കാണിച്ചതാണ്, വാക്കുകളിലല്ല. ജീവിച്ച് കാണിച്ചത് കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ സത്യസന്ധതയ്ക്ക് മാത്രമേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് രക്ഷ നൽകാൻ സാധിക്കുകയുള്ളൂ. പരലോകത്ത് മാത്രമല്ല, ഈ ലോകത്തും രക്ഷപ്പെടാൻ സിദ്ഖ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞുപോയ സമൂഹത്തിൽപ്പെട്ട 3 ആളുകളെക്കുറിച്ച് പറയുകയാണ്. നാം കേട്ട കഥയാണ്. ഈ 3 ആളുകൾ സഞ്ചരിക്കവേ ഒരു മഴ പെയ്തപ്പോൾ ഒരു ഗുഹയിൽ കയറി. മഴ ശക്തമായപ്പോൾ പർവ്വതത്തിൽ നിന്നൊരു പാറക്കല്ല് വന്നിട്ട് ഈ ഗുഹയെ അടച്ചു കളഞ്ഞു. ഗുഹ മൂടിക്കളഞ്ഞു. ഇനി എങ്ങനെ പുറത്ത് കടക്കും? അവർ പഠിച്ചതനുസരിച്ച് അവർ പറയാണ്, ജീവിതത്തിൽ സത്യസന്ധമായി നമ്മൾ ചെയ്ത അമല് എടുത്ത് റബ്ബിനോട് ദുആ ചെയ്താൽ രക്ഷപ്പെടാം. ശരിക്കും ശ്രദ്ധിക്കുക. അമലുകൾ ജീവിതത്തിൽ ഒരുപാടുണ്ടാകും. പക്ഷേ നെഞ്ചത്ത് കൈവച്ചിട്ട് ഇത് ഞാൻ എൻ്റെ റബ്ബിനല്ലാതെ വേറൊരാളെയും ഉദ്ദേശിച്ച് ചെയ്തതല്ല എന്ന് പറയാൻ പറ്റണം. പ്രതിസന്ധികളിൽ നമ്മെ രക്ഷപ്പെടുത്താൻ അത് സഹായിക്കും. അപ്പോൾ ഒരാൾ പറഞ്ഞതെന്താണ്? അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവേ, എനിക്ക് മാതാപിതാക്കളുണ്ട്. ഞാൻ ജോലി ചെയ്ത് വന്ന് പാല് കറന്ന് എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും കുടിക്കാൻ കൊടുക്കും. ഉമ്മയും ഉപ്പയും കുടിച്ചിട്ടല്ലാതെ ഞാൻ എൻ്റെ ഭാര്യക്കോ മക്കൾക്കോ നൽകൂല. ശ്രദ്ധിക്കുക, മാതാപിതാക്കളെയാണ് പരിഗണിക്കേണ്ടത് മറ്റെല്ലാറ്റിനേക്കാളും. അവർക്ക് കൊടുത്തിട്ടേ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കൂ, എൻ്റെ മക്കൾക്കും കൊടുക്കൂ. പക്ഷെ ഒരു ദിവസം ഞാൻ വന്നപ്പോഴേക്കും ഉമ്മയും ഉപ്പയും ഉറങ്ങിപ്പോയി. സാധാരണ ഉറങ്ങാറില്ല. ഞാൻ വൈകി, അവരുറങ്ങി. ഞാൻ പാല് കറന്നു. മക്കൾ എൻ്റെ കാലിൻ്റെ അടുക്കൽ നിന്നുകൊണ്ട് എന്നെ പ്രയാസപ്പെടുത്തുന്നു. വസ്സുബിയതു യതവാഗൗന ഇൻദ റിജ്ലയ്യ, എൻ്റെ കാലിൻ്റെ അടുത്ത് നിന്നിട്ട് പാല് എന്ന് മക്കൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഉമ്മയും വാപ്പയും ഉറങ്ങല്ലേ, എന്നിട്ട് കൊടുക്കാം. ഇപ്പം തൽക്കാലം മക്കൾക്ക് കൊടുക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചില്ല. നേരം വെളുക്കുന്നത് വരെ ഞാൻ ഉമ്മയും ഉപ്പയും എഴുന്നേൽക്കുന്നത് കാത്തു നിന്നു. റബ്ബേ, മക്കൾ കരഞ്ഞിട്ടും കൊടുത്തില്ല, ഭാര്യക്കും കൊടുത്തില്ല, ഉപ്പാക്കും ഉമ്മാക്കും കൊടുത്തിട്ട് മതി എന്ന് ഞാൻ തീരുമാനിച്ചു. റഹ്മാനായ റബ്ബേ, നോക്കൂ നിങ്ങൾ, ആ സമയത്ത് ഒരു മനുഷ്യൻ അവിടെ അല്ല, രാത്രിയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ചിന്തകൾ നോട്ട് ചെയ്യാൻ അവിടെ അള്ളാഹു അല്ലാതെ വേറെ ആരുമില്ല. ആ മനുഷ്യൻ അവിടെ അത് തീരുമാനിക്കുന്നത് അൽഹംദുലില്ലാഹ് സത്യസന്ധമായും പടച്ച റബ്ബിൻ്റെ പ്രീതി ആഗ്രഹിച്ചാണ്. അതുകൊണ്ട് ആ വ്യക്തി പറയാണ്, റബ്ബേ, ഇത് ഞാൻ നിൻ്റെ പ്രീതി ആഗ്രഹിച്ചാണ് ചെയ്തതെന്ന് നീ അറിയുന്നുവെങ്കിൽ ആകാശം കാണുമാറ്, കാരണം ആകാശം പോലും കാണുന്നില്ല, അത്രയും മറഞ്ഞിരിക്കുന്നു, ആകാശം കാണാൻ വേണ്ടി ഒന്ന് മാറ്റിത്തരണേ. അൽഹംദുലില്ലാഹ്, അള്ളാഹു അദ്ദേഹത്തിൻ്റെ സിദ്ഖിനെ അംഗീകരിച്ചു. ആ പാറക്കല്ല് അല്പം നീങ്ങിയെന്ന. രണ്ടാമത്തെ ആൾ പറഞ്ഞത്, റഹ്മാനായ റബ്ബേ, ഒരു പുരുഷന് ഒരു സ്ത്രീയോട് തോന്നാവുന്ന കുന്തു ഉഹിബ്ബു ഇംറഅതൻ മിൻ ബനാതി അമ്മി കഅശദ്ദി മാ യുഹിബ്ബു റജുലു നിസാ, ഒരു പുരുഷൻ ഒരു സ്ത്രീയോട് തോന്നുന്ന താല്പര്യത്തിൽ ഏറ്റവും ശക്തമായ താല്പര്യം
എനിക്ക് എൻ്റെ അമ്മാവൻ്റെ മകളോടുണ്ടായിരുന്നു. ഒരവസരം വന്നു, അവൾക്കൊരത്യാവശ്യം വന്നപ്പോൾ ഞാൻ ആ അത്യാവശ്യത്തെ ചൂഷണം ചെയ്തു. പക്ഷേ ആ തിന്മയുടെ അതിലേക്കടുക്കുന്ന സന്ദർഭത്തിൽ ആ സ്ത്രീ പറഞ്ഞു, ഇത്തഖില്ലാ, പടച്ചോനെ പേടിക്കണം, അള്ളാഹുവിനെ ഭയപ്പെടണം, നിങ്ങൾ ചെയ്യുന്നത് ഹറാമാണ്, ഇനി ചെയ്യരുത് എന്ന് ആ സ്ത്രീ ബോധ്യപ്പെടുത്തി. ഉടനെ തന്നെ അള്ളാഹുവേ നിന്നെ ഭയപ്പെട്ട് ഞാൻ ആ തിന്മയിൽ നിന്ന് പിന്മാറി. അത്രയും ജീവിതത്തിൽ ആഗ്രഹിച്ച മുഹൂർത്തമായിട്ട് പോലും അള്ളാഹുവേ നിന്നെ ഭയപ്പെട്ട് ഞാൻ അതിൽ നിന്ന് മാറി, നിന്നെക്കുറിച്ചുള്ള പേടിയല്ലാതെ വേറൊന്നും എനിക്കവിടെ തടസ്സമല്ല. പടച്ചോനെ നീ അതറിയുന്നുവെങ്കിൽ, അതിലെ ഇഖ്ലാസ്, അതിലെ സത്യസന്ധത നീ അറിയുന്നുവെങ്കിൽ ഈ കല്ല് അല്പം കൂടി മാറണേ റബ്ബേ. അൽഹംദുലില്ലാ, അത് സത്യസന്ധമായിരുന്നു. അള്ളാഹു അംഗീകരിച്ചു. ഇനി 3-ൽ 2 മാറിയതിന് 1 മാത്രമേ മാറാനുള്ളൂ. മൂന്നാമത്തെ വ്യക്തി പറഞ്ഞത്, റഹ്മാനായ റബ്ബേ, ഞാൻ ഒരാളെ കൂലിപ്പണിക്ക് നിശ്ചയിച്ചു. വൈകുന്നേരമായപ്പോൾ കൂലി വാങ്ങാതെ അദ്ദേഹം പോയി. ഞാൻ ആ കൂലി ഉപയോഗപ്പെടുത്തി കുറേ പശുക്കളെയും മറ്റുമൊക്കെ വാങ്ങി. അങ്ങനെ ഒരു ദിവസം അത് അദ്ദേഹം കൂലി ചോദിച്ചു വരുന്നു. ഞാൻ പറഞ്ഞു, ഈ കാണുന്ന ആടുകൾ അതല്ലെങ്കിൽ പശുക്കൾ എല്ലാം നിങ്ങൾക്കുള്ളതാണ്. ആ വ്യക്തി ചോദിച്ചു എന്നാണ്, എന്നെ കളിയാക്കാണോ മുതലാളി, നിങ്ങൾ എന്നെ കളിയാക്കാണോ? അദ്ദേഹം പറഞ്ഞു, ഏയ് കളിയാക്കല്ല, ഇത് നിൻ്റെതാണ്. കാരണം നിനക്ക് തരേണ്ട പൈസയിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായത്, നിനക്ക് തരേണ്ട കൂലിയിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായത്, ഇത് നിനക്കുള്ളതാണ്. മുതലാളിമാർക്കൊക്കെ അതിൽ പാഠമുണ്ട്. അള്ളാഹുവേ, അദ്ദേഹത്തോട് ഇത് ചോദിക്കാനോ? ആ വ്യക്തിക്ക് പോലും, അദ്ദേഹം പോലും പറഞ്ഞത് കളിയാക്കാണെന്ന്. എന്നിട്ടും അങ്ങനെ ചെയ്ത ആ മനസ്സുണ്ടല്ലോ, ആ സത്യസന്ധത, ആ നന്മയുടെ, ആ ഹൃദയവിശാലതയുടെ ആ ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിച്ചു. അങ്ങനെ ആ പാറക്കല്ല് മുഴുവനായി നീങ്ങി 3 ആളുകളും ആ ഗുഹയിൽ നിന്ന് രക്ഷപ്പെട്ടു. നിർണായകമായ ആ മുഹൂർത്തത്തിൽ അവരെ രക്ഷിച്ചത് സത്യസന്ധമായ അവരുടെ ജീവിതത്തിലെ നിലപാടുകളായിരുന്നു എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. ഈ രൂപത്തിൽ നാമും നമ്മുടെ റബ്ബും തമ്മിലുള്ള സത്യസന്ധമായ ബന്ധമാണ് ഇരുലോകത്തും നമുക്ക് ഉപകാരപ്പെടുന്നത് എന്ന് മനസ്സിലാക്കണം. ഖിയാമത്ത് നാളിൽ അർശിൻ്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിലവസാനത്തെ 3 വിഭാഗത്തെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതിലൊന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഒരു വ്യക്തി അദ്ദേഹം ധനം ചെലവഴിക്കുന്നു, സദഖ നൽകുന്നു, വലത് കൈ കൊടുത്തത് ഇടത് കൈ പോലും അറിയുന്നില്ല, ഒരാളെയും അറിയിക്കാതെ. ഇത് ഞാനും എൻ്റെ റബ്ബും പിന്നെ ആ വ്യക്തിയും അറിഞ്ഞാൽ മതി, വേറെ ഒരാളും അറിയണ്ട. ഇങ്ങനെ തീരുമാനിക്കാൻ ചില്ലറ ക്ഷമ പോരാ. കാരണം പിശാച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ചെയ്യുന്ന ഒരു നന്മ 1-2 ആളുകളെങ്കിലും അറിഞ്ഞിട്ടില്ലെങ്കിൽ ആളുകൾക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടില്ലെങ്കിൽ പിന്നീട് പറഞ്ഞറിയിക്കും. അതിനാണ് സുമഅത്ത് എന്ന് പറയാം. റിയാ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ വേറൊരാൾ കാണട്ടെ എന്ന് വിചാരിച്ച് ചെയ്യലാണ്. സുമഅത്ത് എന്ന് പറഞ്ഞാൽ ആരും കണ്ടിട്ടില്ല, പക്ഷേ ഇത് ആരെങ്കിലുമൊക്കെ ഒന്ന് അറിയിക്കണ്ടേ. ഞാൻ ഇത്രയും വലിയൊരു സഹായമൊക്കെ പലർക്കും ചെയ്തിട്ട് എന്നെപ്പറ്റി ആരും ഒന്നും പറയുന്നില്ലല്ലോ. അപ്പോൾ ആളുകളോട് പറയാണ്, ഞാൻ ഇന്നാലും ആളുകൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു. അതാണ് സുമഅത്ത്. ഇതൊന്നുമില്ലാതെ ഞാനും എൻ്റെ റബ്ബും മാത്രം അറിഞ്ഞാൽ മതി എന്ന് ചിന്തിച്ചുകൊണ്ടൊരു സദഖ ചെയ്താൽ അള്ളാഹുവിൻ്റെ കോപം കെട്ടുപോകുന്നതാണ്. ആ അടിമയോടുള്ള അള്ളാഹുവിൻ്റെ ഏതെങ്കിലും നിലക്ക് അയാൾ തെറ്റുകാരനാണെങ്കിൽ അള്ളാഹുവിൻ്റെ കോപം കെടുകയും അള്ളാഹു ആ വ്യക്തിയെ തൃപ്തിപ്പെടുകയും ചെയ്യും അങ്ങനെയുള്ള സദഖകൾ. അതേപോലെ തന്നെ രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്, നേരത്തെ പറഞ്ഞതുപോലെ സുന്ദരിയായ ഒരു സ്ത്രീ തെറ്റിന് ക്ഷണിച്ചാലും ഞാൻ പടച്ച റബ്ബിനെ പേടിക്കുന്നു എന്ന് പറഞ്ഞ് അതിൽ നിന്ന് വിട്ടു നിൽക്കുക. മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തതുപോലെ. മൂന്നാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, റജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത് ഐന. അള്ളാഹുവിനെ ഒറ്റക്കിരുന്ന്, ആരും കാണയല്ല, ഒറ്റക്കിരുന്ന് അള്ളാഹുവിനെ ഓർത്ത് കരയുക. അതൊരു വലിയ പുണ്യകർമ്മമാണ്. ഒറ്റക്കിരുന്ന് പടച്ചവനെക്കുറിച്ച് ചിന്തിക്കുക, സ്വർഗത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ച്, എന്നിട്ട് കരയുക എന്ന് പറഞ്ഞാൽ അർശിൻ്റെ തണലാണ് അവർക്ക്. അള്ളാഹു അവരെ വെയിൽ കൊള്ളിക്കൂല, അല്ലെങ്കിൽ അവർക്ക് ചൂടുണ്ടാവില്ല. ഖിയാമത്ത് നാളിൽ തണൽ വിരിച്ചു കൊടുക്കുന്നതാണ്. അർശിൻ്റെ തണൽ, ആ തണലിലായിരിക്കും. ഇഖ്ലാസിൻ്റെ പ്രതിഫലമാണ്, സത്യസന്ധതയുടെ പ്രതിഫലമാണ്. ഒരു ഹദീസ് കൂടി ശ്രദ്ധയിൽപ്പെടുത്തി അവസാനിപ്പിക്കാം. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അജിബ റബ്ബുന, നമ്മുടെ റബ്ബ് അത്ഭുതപ്പെട്ടിരിക്കുന്നു, മിൻ റജുലൈൻ, രണ്ടാളുകളെക്കുറിച്ച്
അള്ളാഹു അത്ഭുതപ്പെട്ടിരിക്കുന്നു. ചില റിവായത്തിൽ അള്ളാഹു അവരെ നോക്കി ചിരിക്കും. അള്ളാഹു അവരെ നോക്കി ചിരിക്കും. അള്ളാഹു ഒരാളുടെ കാര്യത്തിൽ ചിരിച്ചാൽ ആ വ്യക്തി രക്ഷപ്പെട്ടു. അൽഹംദുലില്ലാഹ്. ആരാണൊന്ന് റജുലിൻ സാറ അൻ വിതാഇഹി വലിഹാഫി മിൻ ബൈനി അഹ്ലിഹി വഹയ്യിഹി ഇലാ സ്വലാത്തിഹി ഫയഖൂലു റബ്ബുനാ അയാ മലായികതി ഉൻളുറു ഇലാ അബ്ദി സാറ മിൻ ഫിറാശിഹി വവിതാഇഹി വമിൻ ബൈനി ഹയ്യിഹി വഅഹ്ലിഹി ഇലാ സ്വലാത്തിഹി റഗ്ബതൻ ഫീമാ ഇൻദി വശഫഖതൻ മിമ്മാ ഇൻദി. ഒരു വ്യക്തി നല്ല വിരിപ്പ്, നല്ല ബെഡ്റൂം, AC ഒക്കെ ഇട്ടിട്ടുണ്ട്, ഭാര്യയുണ്ട്, നല്ല സൗകര്യം, പക്ഷേ ഉറങ്ങാൻ താല്പര്യമല്ല. എഴുന്നേറ്റ് നമസ്കരിക്കാൻ പോവുകയാണ്. ഉറക്കുണ്ട്, ക്ഷീണമുണ്ട്, നല്ല ബെഡുണ്ട്, എല്ലാ സൗകര്യമുണ്ട്, പക്ഷേ നമസ്കരിക്കാതെ കിടന്നുറങ്ങാതെ ഖിയാമുൽ ലൈൽ നമസ്കരിക്കാൻ വേണ്ടി ആ വ്യക്തി എഴുന്നേൽക്കുക. എന്താ കാരണം? 2 ചിന്ത കൊണ്ടാണ് എന്നാണ്, വേറൊന്നുമല്ല, ആരെയും കാണിക്കാനല്ല. റഗ്ബതൻ ഫീമാ ഇൻദി, എൻ്റെ അടുക്കലുള്ള സ്വർഗത്തോടുള്ള അങ്ങേയറ്റത്തെ താല്പര്യം കൊണ്ടും വശഫഖതൻ മിമ്മാ ഇൻദി, എൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ള പേടി കൊണ്ടും. നരകത്തെ പേടിച്ചിട്ട് സ്വർഗത്തെ ആഗ്രഹിച്ചിട്ട് ഉറങ്ങാതെ എഴുന്നേറ്റ് നമസ്കരിക്കുന്ന ഒരാളുടെ കാര്യത്തിൽ അള്ളാഹു അത്ഭുതപ്പെടുന്ന, അള്ളാഹു ആ അടിമയെ ഇഷ്ടപ്പെടുന്ന പറഞ്ഞു. കാരണം രാത്രിയാണ്, എല്ലാവരും ഉറങ്ങിക്കിടക്കുകയാണ്, ആ വ്യക്തിയും ഉറങ്ങിയാൽ ആരും അറിയാനില്ല, പക്ഷേ പടച്ചവനെക്കുറിച്ചുള്ള പേടി, സ്വർഗം കിട്ടാനുള്ള ആഗ്രഹമുണ്ട്. രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വറജുലിൻ ഗസാ ഫീ സബീലില്ലാഹി അസ്സ വജൽ, ഒരാൾ യുദ്ധത്തിൽ ഏർപ്പെടുകയാണ്. ഫൻഹസമു ഫഅലിമ മാ അലൈഹി മിനൽ ഫിറാർ വമാ ലഹു ഫിർ റുജൂ, അവർ പിന്തിരിഞ്ഞോടി, കൂടെ ആ വ്യക്തിയും ഓടി. അപ്പോൾ എല്ലാവരും ഓടുമ്പോൾ കൂടെ ഓടിയാൽ ഒരു വിഷയമല്ല, പക്ഷേ ഓടി അല്പം അങ്ങോട്ട് എത്തുമ്പോഴേക്കും മനസ്സിലേക്കൊരു ചിന്ത, എന്താണത്? യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടാൻ പാടില്ല, യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടാൻ പാടില്ല, അങ്ങനെ ഓടിയാൽ ഭയങ്കര ശിക്ഷയാണ്. അങ്ങനെ അത് ചിന്തിച്ച് ഫറജ ഹത്ത ഉഹരി ഖദമു റഗ്ബതൻ ഫീമാ ഇൻദി വശഫഖതൻ മിമ്മാ ഇൻദി, പിന്തിരിഞ്ഞോടിയെടുത്ത് നിന്ന് തിരിച്ചു വന്ന് ഷഹീദാവുന്നത് വരെ യുദ്ധം ചെയ്തു. എന്തായിരുന്നു കാരണം? സ്വർഗത്തോടുള്ള ആഗ്രഹവും നരകത്തെക്കുറിച്ചുള്ള പേടിയും. അതുകൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടാലും വേണ്ടില്ല, തോൽക്കുന്ന യുദ്ധമാണെന്നറിഞ്ഞിട്ടും റബ്ബിനെക്കുറിച്ചുള്ള പേടി കൊണ്ട് വീണ്ടും വന്ന് ഉറച്ചു നിന്ന മനുഷ്യനെ ഓർത്ത് ആ മനുഷ്യനെ കണ്ട് അള്ളാഹു അത്ഭുതപ്പെടും. ഇവിടങ്ങളിലൊക്കെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഇഖ്ലാസും നമ്മുടെ സത്യസന്ധതയുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഈ ഒരു ഇഖ്ലാസിൻ്റെ ലെവലിലേക്ക്, ഈ ഒരു സിദ്ഖിലേക്ക്, ഈ ഒരു സത്യസന്ധതയിലേക്ക് എത്താൻ നമുക്ക് സാധിക്കണം. അങ്ങനെ റബ്ബ് നമ്മെ തൃപ്തിപ്പെടുന്ന സത്യസന്ധമായ ഒരു നിലപാട് എനിക്കുണ്ടായിരുന്നു എന്ന് ഓർത്ത് സമാധാനിക്കാൻ, മരിക്കുന്ന വേളയിൽ അതൊരാശ്വാസമായി തീരാൻ, ഖബറിലും മഹ്ശറിലും സിറാത്തിലും നമുക്ക് രക്ഷയായി മാറാൻ, ആ നിലക്കുള്ള ഒരു ഇഖ്ലാസിലേക്ക് നമ്മൾ എത്തിപ്പെടുക. അതിനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. റമളാനിൻ്റെ അവസാന 10 ദിവസങ്ങളാണ്. ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ ലൈലത്തുൽ ഖദ്ർ എന്ന മഹത്തായ രാത്രിയെ നമുക്ക് നേടിയെടുക്കേണ്ടതുണ്ട്. അതിനാവശ്യമായ ശ്രദ്ധയും പ്ലാനിങ്ങും അധ്വാനവും പ്രാർത്ഥനയും നമ്മിലും നമ്മുടെ കുടുംബത്തിലും ഉണ്ടാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും സഹായിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.